ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി വന്നിരിക്കുകയാണ്. എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സോണിലാണ് അപ്ലൈ ചെയ്യേണ്ടുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഏത് സോണിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അവിടെയാണ് നിങ്ങൾ ഇനിഷ്യലി 5 to 10 ഇയർ സർവീസ് ചെയ്യേണ്ടുന്നത്. അതുപോലെ 2025 തന്നെ റെയിൽവേ ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ ഓരോ സോണിലെയും കട്ട് ഓഫ് എത്രയായിരുന്നു അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക. A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ. സോ സെറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, ആന ഡിഫൻസ് അക്കാഡമിയിൽ 2025 റെയിൽവേ ഗ്രൂപ്പ് ഡിയിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 1 മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ്: ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്, റെക്കോർഡഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും, വീക്കിലി 6 ദിവസം ക്ലാസ്സുകളുണ്ട്, പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അവയർനെസ്സും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ഹെൽപ്പ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് ഫിസിക്കൽ ട്രെയിനിങ്ങിലുള്ള എല്ലാ ഹെൽപ്പ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഡിയുടെ ഫുൾ മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സിലബസ് അനുസരിച്ചിട്ടുള്ള ഫുൾ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതോടൊപ്പം നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് GK സെഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന PVQ സെഷൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസത്തെ അപ്ഡേറ്റും അറിയാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ഒരു ഡിഫൻസ് ജോബായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്റ്റിൽ ഇരിക്കാൻ പറ്റുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവർക്കും അറിയാം ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ടോട്ടൽ 16 സോണിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ സോണിൻ്റെ ഏരിയയിലല്ല. മനസ്സിലായോ? അതായത് നിങ്ങളുടെ എക്സാം നിങ്ങളുടെ ഹോം അഡ്രസ്സ് എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. പക്ഷേ നിങ്ങളുടെ ഫിസിക്കൽ നടക്കാനും പോകുന്നത് നിങ്ങളുടെ ഏത് സോണാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ ഒരു സോണിലായിരിക്കും. അവിടെ തന്നെയായിരിക്കും നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കലും നടക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോൾ ന്യൂഡൽഹി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുംബൈ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവിടുത്തെ സോൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്ന കേരളത്തിലായിരിക്കും. പക്ഷേ ഫിസിക്കലും മെഡിക്കലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടക്കുന്ന എവിടെയായിരിക്കും? നിങ്ങൾ ഏത് സോണാണോ സെലക്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും. ടോട്ടൽ 16 സോണുണ്ട്. എല്ലാ സോണും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സോണിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ മനസ്സിലായി കാണും. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഈ ഒരു സോൺ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഫോം ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം ഈ ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ, അതായത് ഏത് ഡിഫൻസ് ജോബ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റേത് ജോബ് ആണെങ്കിലും ഫോം ഫില്ല് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഫോം ഫില്ല് ചെയ്യുന്നത്. നമുക്കിവിടെ RRBയുടെ കാര്യം എടുക്കാം. RRBയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മൈൻഡ് സെറ്റോടാണ് കുട്ടികൾ ഫോം ഫില്ല് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വേക്കൻസി എവിടെയാണോ കൂടുതൽ അവിടെയായിരിക്കും എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്യുന്നത്. ചില കുട്ടികൾക്കൊക്കെ റെയിൽവേ ഗ്രൂപ്പ് ഡിയെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് കാണും. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാൽ മെജോറിറ്റി ഉള്ള ആൾക്കാർക്കും എന്താണ്, ഈ റെയിൽവേ ഗ്രൂപ്പ് ഡിയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അവർ ഈ ഒരു വേക്കൻസി കൂടുതൽ കാണുന്നു എന്ന് അറിയുമ്പോൾ തന്നെ എന്താണ്, അവരെവിടെയാണോ വേക്കൻസി കൂടുതലുള്ളത് ആ ഒരു സോണിലങ്ങ് അപ്ലൈ ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് മെജോറിറ്റി ആൾക്കാരെ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്, എവിടെയാണോ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ആ ഒരു മേഖലയിൽ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കട്ട് ഓഫും കൂടുതൽ വരുന്നതായിരിക്കും. ഇങ്ങനെയും ചില കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് എവിടെയാണോ ആ ഒരു സോൺ ഒരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകരുത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അങ്ങോട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ്, അതായത് സെക്കൻഡ് മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികളാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എവിടെയാണോ കട്ട് ഓഫ് കുറവ് ആ ഒരു ലൊക്കേഷൻ നോക്കിയിട്ട്, അതായത് ആ ഒരു സോൺ നോക്കിയിട്ട് അവിടെ അങ്ങ് അപ്ലൈ ചെയ്യും. ആ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളും നമ്മുടെ ഈ ഒരു കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ തവണ ഫോം ഫില്ല് ചെയ്യണം എന്നിവയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ 2 മൈൻഡ് സെറ്റോടെയാണ് നമ്മുടെ കേരളത്തിലെ കൂടുതലും കുട്ടികളും റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിന്റ്സ് ആണ്. ആദ്യം നമുക്ക് നോക്കാം മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് എത്രയായിരുന്നു, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ വേക്കൻസി എത്രയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2019 റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി വന്നത്. ആ ഒരു സമയത്ത് ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 1,03,769 ആയിരുന്നു. 1,03,000
3769 വേക്കൻസി ആയിരുന്നു 2019 വന്നത്. എന്നാൽ ആ ഒരു സമയത്ത് ടോട്ടൽ ഫോം ഫില്ലിംഗ് നടന്നതോ 1,30,00,000 ഫോം ഫില്ലിംഗ് ആണ് ടോട്ടൽ നടന്നത്. ഏതെങ്കിലും ഒരു എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഐഡിയയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോം ഫില്ലിംഗ് നടന്നത് തന്നെ ഈ ഒരു പോസ്റ്റിലേക്കായിരിക്കും. അതിന് കാരണം എന്താണ്? വേക്കൻസി കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ഏജ് ലിമിറ്റ് എത്രയാണ്? 18 മുതൽ 33 വരെയാണ്. ഈ വർഷമാണെങ്കിലോ 18 മുതൽ 36 വരെയാണ്. ക്ലിയർ? അപ്പോൾ 2019 ഓരോ സീറ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ 130 കുട്ടികൾക്കിടയിലായിരുന്നു. ഇതായിരുന്നു 2019 അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് 2019 ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് എവിടെയായിരുന്നു, അതുപോലെ തന്നെ ഏതൊക്കെ സോണിലേക്കാണ് വേക്കൻസി വന്നിരുന്നത്. 2019 ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആയിരുന്നു. പിന്നെ റാഞ്ചി, കൊൽക്കത്ത, ഗോരഖ്പൂർ, അജ്മീർ, ഭുവനേശ്വർ, അലഹാബാദ്, പട്ന, അതുപോലെ ഭോപ്പാൽ, മുംബൈ, അഹമ്മദാബാദ്, ചെന്നൈ, ഗുവാഹട്ടി, ബിലാസ്പൂർ, സെക്കൻഡറാബാദ്. ഇത് സീനിയോറിറ്റി വൈസിലാണ് ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലോ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറാബാദ് ആയിരുന്നു, പിന്നെ ബിലാസ്പൂർ, പിന്നെ ഗുവാഹട്ടി, ചെന്നൈ. ഇതുപോലായിരുന്നു മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞത്. ഇതുപോലെയായിരുന്നു മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാവുന്നതാണ് കട്ട് ഓഫ്. ഇനി അപ്പോൾ മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, ഈ ഒരു അപ്ഡേറ്റിൽ, അതായത് 2019 ഇങ്ങനെയായിരുന്നു കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് അനുസരിച്ച് എവിടെയാണോ വേക്കൻസി കൂടുതൽ അവിടെ ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്ക് ബെനിഫിറ്റ് ആയിരിക്കുമോ, അതുപോലെ തന്നെ കട്ട് ഓഫ് എവിടെയാണോ കുറവ് അവിടെ ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്കത് ബെനിഫിറ്റ് ആയിരിക്കുമോ എന്നവയെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് കുട്ടികൾ, എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഏതെങ്കിലും ഒരു ജോലി കിട്ടുന്നതിന് മുമ്പേ നമ്മൾ എന്താണ് പറയുന്നത്, ഓക്കെ എങ്ങനെയെങ്കിലും, അതായത് എന്താണ്, വാഷർമാൻ ആണെങ്കിലും ധോബി ആണെങ്കിലും കുക്കാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നാണ് നമ്മളെല്ലാം പറയുന്നത്. പക്ഷേ ജോലി കിട്ടിയതിന് ശേഷം ആ ഒരു ജോലിയിലോട്ട് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്താണ്, ഇതിനകത്ത് ഇത്ര ഡിഫിക്കൽട്ടി ഉണ്ട്, അയ്യോ എനിക്കിനി ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും. അതുകൊണ്ട് നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, സോൺ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്ലിയർ വ്യൂ വേണം. അതായത് ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് സെക്കൻഡറാബാദ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൽഹി ആയിരിക്കും, അല്ലെങ്കിൽ കൊൽക്കത്ത ആയിരിക്കും. എവിടെയാണോ അതിനെക്കുറിച്ച് ക്ലിയർ ഒരു വ്യൂ വേണം. എന്നിട്ടേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. വെറുതെ കണ്ണും അടച്ചങ്ങ് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. അതുപോലെ വേക്കൻസിയുടെ കാര്യം നോക്കിയിട്ടും കട്ട് ഓഫിൻ്റെ കാര്യം നോക്കിയിട്ടും ഒരിക്കലും നിങ്ങൾ സോൺ സെലക്ട് ചെയ്യാൻ പോകരുത്. നിങ്ങൾ അവിടെ 1-2 ദിവസത്തേക്കല്ല പോകുന്നത്, നിങ്ങൾ ലോങ് ടൈമിലേക്ക് അവിടെ സർവീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോൺ എവിടെയാണോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കട്ട് ഓഫ് എത്രയോ വരട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ എന്തൊക്കെ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2025 ടോട്ടൽ വേക്കൻസിയാണ് 32,438. നമുക്ക് ഒന്ന് സോൺ ഇവിടെ കാണാം. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ഗുവാഹട്ടി, പ്രയാഗ്രാജ്, സെക്കൻഡറാബാദ്, ജബൽപൂർ, ജയ്പൂർ, ഗോരഖ്പൂർ, ബിലാസ്പൂർ, ഹജിപൂർ, ഭുവനേശ്വർ, ഹുബ്ലി. ടോട്ടൽ ഇത്രയും സോണിലേക്കാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത്. ഓരോ സോണിലെയും വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് 2025 ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് മുംബൈയിലാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് ഡൽഹിയാണ്. തേർഡ് കൊൽക്കട്ടയാണ്. നെക്സ്റ്റ് ചെന്നൈയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇനി നിങ്ങൾ സോൺ സെലക്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്, അതായത് രണ്ട് മൈൻഡ് സെറ്റുള്ള കുട്ടികളുടെ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ്, ചില കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കും, എവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി അവിടെ അപ്ലൈ ചെയ്യും. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ്, നെക്സ്റ്റ് മൈൻഡ് സെറ്റുള്ള കുട്ടികൾ ആരാണ്, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ കട്ട് ഓഫ് എവിടെയായിരുന്നു ഏറ്റവും കുറവ് അവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എവിടെയാണ് വരുന്നത്, അത് സെക്കൻഡറാബാദ് ആണ്. എവിടെയാണ്? സെക്കൻഡറാബാദ് ആണ്. ഈ രണ്ട് കൺസെപ്റ്റോടായിരിക്കും കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് സോൺ സെലക്ട് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കുട്ടികളെ നിങ്ങളുടെ നിയറസ്റ്റ് എവിടെയാണോ, അതായത് നിയറസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഐഡിയയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയാണ്. ഇനി ഇവിടുത്തെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷങ്ങളിൽ കട്ട് ഓഫ് എത്രയായിക്കൊള്ളട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ടോട്ടൽ 6 to 8 മാർക്കിൻ്റെ ആ ഒരു വേരിയേഷനാണ് വരുന്നത്. എന്നും പറഞ്ഞ് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യാതെ വേറെ ഏതെങ്കിലും പ്ലേസിൽ പോയി നിങ്ങൾ സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒരാവശ്യവുമില്ല. എൻ്റെ ഐഡിയയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ളത് ആ ഒരു സോൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ വേക്കൻസി എത്രയേ ആയിക്കൊള്ളട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇനി നിങ്ങൾ വേക്കൻസി കൂടുതലുള്ള എവിടെയാണ്, മുംബൈ സെലക്ട് ചെയ്യുകയാണ്, എല്ലാ കുട്ടികളും അവിടെ എന്താണ് ഫോം ഫില്ല് ചെയ്യും. അതുപോലെ മുംബൈയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവിടം വരെ പോയി വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്. നെക്സ്റ്റ് ആണ് ഡൽഹി. ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള മറ്റ് സ്റ്റേറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാജസ്ഥാൻ എടുക്കാം, നമുക്ക് ഹരിയാന എടുക്കാം, UP. ഈ സ്റ്റേറ്റിൽ പെടുന്ന കുട്ടികൾ എല്ലാവരും എന്തായാലും സോൺ പ്രിഫർ ചെയ്യുന്ന എവിടെയായിരിക്കും, ഈ ഒരു ഡൽഹി തന്നെയായിരിക്കും. കൊൽക്കട്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബീഹാറിലുള്ള കുട്ടികളെല്ലാം സെലക്ട് ചെയ്യുന്ന കൊൽക്കട്ടയായിരിക്കും. ദാറ്റ് മീൻസ് ബീഹാറിന് അടുത്തുള്ള ചില കുട്ടികൾ സെലക്ട് ചെയ്യുന്നതും അതായത് ബോർഡർ ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതി വരുമ്പോൾ ബീഹാറിലെ കുട്ടികൾ എന്താണ്, നമ്മുടെ കൊൽക്കട്ടയും സെലക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, നിങ്ങളുടെ സ്റ്റേറ്റിനടുത്തുള്ള ഏത് സോണാണോ വന്നിരിക്കുന്നത് അവിടെ അപ്ലൈ ചെയ്യുക. വേക്കൻസി കുറവാണെങ്കിലും നോ പ്രോബ്ലം, നമുക്ക് സന്തോഷത്തോടെ നമുക്ക് അവിടെ എന്താണ് സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെന്നൈയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലും എന്തായാലും പോസ്റ്റിംഗ് കിട്ടുന്നതായിരിക്കും. ഏത് സോണാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് മിനിമം 7 to 10 ഇയറെങ്കിലും നിങ്ങൾക്ക് അവിടെ സർവീസ് ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പിന്നെ സ്ഥലമാറ്റം കിട്ടത്തുള്ളൂ.
ഐ ഹോപ്പ് നിങ്ങൾക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണും. എന്താണ് ഈ സോൺ പ്രിഫറൻസ് എന്നിവയെക്കുറിച്ചൊക്കെ. ടോട്ടൽ 16 സോണിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു സോൺ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് സോണാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവിടെ വേണം നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടുന്നത്, അതുപോലെ തന്നെ DV അറ്റൻഡ് ചെയ്യേണ്ടുന്നത്, പിന്നെ നിങ്ങൾ മെഡിക്കലും അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫും വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും റെയിൽവേ ഗ്രൂപ്പ് ഡി റിലേറ്റഡ് ഏതെങ്കിലും വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ആന ഡിഫൻസ് അക്കാഡമിയിൽ ഫെബ്രുവരി 1 മുതൽ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.